ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ ഹെൽത്തി ആയതും എന്നാൽ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റാപ്പാണ്. ഞങ്ങളിത് ലഞ്ചിനാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിന്നറിനോ ഈവനിങ് ചായയുടെ കൂടെ, ഇനി അതും അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഡിഷാണിത്. ഓയിലോ മയണീസോ അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് വേണമെങ്കിൽ യൂസ് ചെയ്യാം, 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ പീസ് ആയതുകൊണ്ട് അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല, നമുക്ക് അപ്പം തന്നെ അത് വേവിച്ചെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ അത് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ഓവനിലൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് റൊട്ടി തയ്യാറാക്കണം. അതിനുവേണ്ടി 1 കപ്പ് ആട്ടയും 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ടോട്ടൽ 6 റാപ്പാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ വെള്ളത്തിന് പകരം വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം. പാല് യൂസ് ചെയ്താൽ കുറച്ചുകൂടി സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. ഈ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കുക. ഇതിനി 6 ബോളായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കണം. കനം കുറച്ച് തന്നെ പരത്തുക. കട്ടിയായാലും നമ്മൾ ചുടുന്ന സമയത്തും ഭയങ്കര കട്ടിയായിരിക്കും. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ചൂടായ പാനിലിട്ട് ഒന്ന് ചുട്ടെടുക്കണം. ഞാനിവിടെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല, 2 സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഒരുപാട് സമയം ഒരേ സൈഡിൽ തന്നെ ഇടാതെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. 2 സൈഡും അത്യാവശ്യം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനു വേണ്ടി ഒരു സോസ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്ന തൈരാണ്. പുളിയില്ലാത്ത കട്ട തൈരാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 6 റാപ്പിന് ഇത് കറക്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കളറിന് വേണ്ടി ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കളർ പോരാന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മയോണൈസിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ല ഡിപ്പാണിത്. റാപ്പിലും അതുപോലെ തന്നെ ചിക്കൻ്റെ ഡിഷിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റുമാണ്. ഇനി ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ലീഫ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഓണിയനും കുറച്ച് ആലപ്പനോസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു റൊട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ലീഫ് വെച്ച് കൊടുക്കുക. അതിന് പകരം വേണമെങ്കിൽ ക്യാബേജ് ഒന്ന് കനം കുറച്ച് അരിഞ്ഞത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ലീഫായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ചിക്കനും കുറച്ച് സവാള അരിഞ്ഞതും നമ്മൾ ആ തയ്യാറാക്കിയ സോസ് 2 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് ആലപ്പനോസ്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതും കൂടി ചേർത്ത് നല്ല ടൈറ്റായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുക. ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു റാപ്പാണിത്. അതുകൊണ്ട് തന്നെ ജിമ്മിൽ പോകുന്നവർക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു റാപ്പാണ്. അത്യാവശ്യം 1-2 കഴിച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വയറ് ഫില്ലാകുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു റാപ്പാണിത്. നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം വയറും നിറയും. ഇനി അത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും റാപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ഉപ്പ് രസമൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നല്ലപോലെ മുരിച്ചെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ റെഡിയായി. നിങ്ങൾക്കിത് വേണമെങ്കിൽ തലേന്ന് തന്നെ തയ്യാറാക്കി വെക്കാം. ഗസ്റ്റൊക്കെ വരുന്നെങ്കിൽ പിറ്റേന്ന് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ബട്ടറിലിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ